റേഷൻ കാർഡ് മുൻഗണനാ പട്ടികയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടത്തിയ അദാലത്തുകളും പരാതി പരിഹാര ശ്രമങ്ങളും പലയിടത്തും പ്രഹസനമായി. പുതുതായി വിതരണം ചെയ്ത കാർഡുകളിൽ നിരവധി തെറ്റുകളാണുള്ളത്. കാർഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇനി ആരെ സമീപിക്കുമെന്നറിയാതെ നിരവധി പേർ നട്ടം തിരിയുകയാണ്. ആലപ്പുഴ ചാത്തനാട് പൂന്തോപ്പ് വാർഡിലെ പൂരാവളപ്പിൽ വീട്ടിൽ താമസിക്കുന്ന അബ്ദുസമദിന് കടുത്ത ആസ്മ രോഗമാണ്. ഭാര്യ ജാസ്മിന് ഇടയ്ക്കിടെ വലിയ തുക ചെലവാക്കി ചികിത്സ നടത്തേണ്ട ഹൃദ്രോഗവും. കയർഫെഡിൽ ചുമട്ടുതൊഴിലാളിയായിരുന്ന അബ്ദുസമദിന് PF-ൽ നിന്ന് മാസാമാസം ലഭിക്കുന്ന 1900 രൂപ മാത്രമാണ് കുടുംബത്തിന്റെ ഏക വരുമാനം. 2 പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചു. സ്വന്തമായി വീടില്ല. വാടക കൊടുക്കാൻ കഴിയാത്തതിനാൽ പലതവണ മാറി ഇപ്പോൾ 20ാമത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. അതുതന്നെ മക്കൾ എടുത്തു കൊടുത്തതാണ്. ഇക്കാര്യങ്ങളെല്ലാം കാണിച്ച് സപ്ലൈ ഓഫീസിലും പരാതി പരിഹാര അദാലത്തിലുമെല്ലാം അപേക്ഷ കൊടുത്തെങ്കിലും റേഷൻ കാർഡ് വിതരണം നടന്നപ്പോൾ ലഭിച്ചത് ഒരു മുൻഗണനയുമില്ലാത്ത ഉയർന്ന വരുമാനക്കാർക്ക് നൽകുന്ന വെള്ള നിറത്തിലുള്ള കാർഡ്. താലൂക്ക് ഓഫീസിൽ ചെന്ന് അപേക്ഷ കൊടുത്തപ്പോൾ അവിടെ നിന്നൊരു സ്ലിപ്പ് തന്നു, അപേക്ഷ കൈപ്പറ്റിയതായിട്ട്. ഒരന്വേഷണത്തിനും ആൾ വന്നിട്ടില്ല, ഒരിതുമില്ല. ഇതുവരെ APL ഈ മരുന്നിൻ്റെ ഇതുണ്ടായിരുന്നു, ഇപ്പോൾ അതുമില്ല. ഇപ്പോൾ ഏറ്റവും വലിയ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. കൂലിത്തൊഴിലാളിയായിരുന്ന കാലത്ത് ലഭിച്ച പഴയ കാർഡും APL വിഭാഗത്തിൽപ്പെട്ടതായിരുന്നുവെങ്കിലും അതിൽ പിന്നീട് 2 രൂപയ്ക്ക് അരി ലഭിക്കാനും ചികിത്സാ ഇളവുകൾ ലഭിക്കാനുമുള്ള സീലുകൾ പതിച്ചു നൽകിയിരുന്നു. ഇത് ഇടയ്ക്കിടെ ചികിത്സ ആവശ്യമായി വരുന്ന അബ്ദുസമദിനും ജാസ്മിനും വലിയ ആശ്വാസവുമായിരുന്നു. ഈ ആനുകൂല്യങ്ങളൊന്നും ഇല്ലാത്തതാണ് പുതിയ കാർഡ്. അബ്ദുസമദിനെ പോലെ നിരവധി ആളുകളാണ് പുതിയ റേഷൻ കാർഡ് മൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ തീർക്കാൻ ഇനി എന്തു ചെയ്യണമെന്ന് ഇവർക്ക് അറിയുകയുമില്ല. ക്യാമറ പേഴ്സൺ മാഹിനോടൊപ്പം TK ഹരീഷ്, മീഡിയ 1, ആലപ്പുഴ.